Server-side scripting using PHP. Dear students, server-side scripting content ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. PHP ആണ് server-side scripting നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഓൾറെഡി 2 ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞ 2 പാർട്ട്, മൂന്നാമത്തെ പാർട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മാക്സിമം മാർക്ക് 6 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ്. PHP നമുക്ക് വളരെ ഈസി ടു യൂസ് എന്ന കണ്ടന്റാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കോഡുകളാണ്. CPP പോലെ അത്ര ടഫ് ഒന്നുമല്ല. അപ്പോൾ കോഡ് നമ്മൾ HTML ആണ് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ. ഫസ്റ്റ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സെഷനിൽ ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വരെ കംപ്ലീറ്റ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ലൂപ്സ് എന്ന കൺസെപ്റ്റ് ആണ്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലൂപ്സ് ഇൻ PHP. ഫസ്റ്റ് ലൂപ്പ് പറഞ്ഞ വൈൽ ലൂപ്പ് ആണ്. The while control structure executes the nested statement repeatedly until the expression returns a false value. ഒരു കണ്ടീഷൻ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്ത എക്സ്പ്രഷൻ ട്രൂ ആണ് സമയത്ത് എക്സിക്യൂട്ട് ചെയ്യും. പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്ത് ബ്ലോക്ക് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. പക്ഷെ എപ്പോഴാണ് അത് കണ്ടീഷൻ ഫാൾസ് ആവുന്നത് ആ സമയത്ത് അതിന്റെ എക്സിറ്റ് ചെയ്യും. ഓക്കെ, വൈൽ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ആണ് കണ്ടീഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറയാം. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഈ എക്സ്പ്രഷൻ ട്രൂ ആകുമ്പോൾ ഈ വൈലിന്റെ അകത്തുള്ള ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യും. കോഡ് ടു എക്സിക്യൂട്ട് ഇഫ് ദ എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ഈസ് ട്രൂ. അപ്പൊ ഈ എക്സ്പ്രഷൻ ട്രൂ ആണ് കണ്ടീഷനിൽ ഈ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്യും. എക്സ്പ്രഷൻ ട്രൂ അല്ലെങ്കിലും എക്സിറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴാണ് ട്രൂ ആണത്? ട്രൂ എല്ലാ സമയത്തും ട്രൂ ആണെങ്കിൽ എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു വാച്ചിന്റെ ടൈമിന്റെ കണ്ടന്റ്, ടൈം ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാ സമയത്തും ട്രൂ ആയിരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അൺലിമിറ്റഡ് ആണ്, ഒരിക്കലും ടൈം നിൽക്കില്ലല്ലോ. അതെ, ഏതെങ്കിലും കേസിൽ നമ്മൾ ഇത് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കണം. അപ്പൊ ഫാൾസ് ആണ് കണ്ടീഷന്റെ പുറത്തിറക്കും ചെയ്യും. ഓക്കെ, ഇവിടെ കൂടെ നോക്കി. പ്രിന്റ് നാച്ചുറൽ നമ്പേഴ്സ് 1 to 5, 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള കോഡാണ് എഴുതിയിട്ടുള്ളത്. PHP ഡോളർ സിംബൽ i is equal to 1, ഐയുടെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്തു ഫസ്റ്റ്. ദെൻ വൈൽ ഡോളർ സിംബൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള വാല്യൂസ് നമുക്ക് കൗണ്ട് ചെയ്ത് കിട്ടും. എക്കോ i പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഇത് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത് ഫസ്റ്റത്തെ വാല്യൂ നോക്കി i is equal to 1 ആക്കി സെറ്റ് ചെയ്തു. ദെൻ കണ്ടീഷൻ നോക്കാൻ i ലെസ് ദാൻ 5, 1 ലെസ് ദാൻ 5 ആണോ? അതെ, ആണല്ലോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വരും. ഇവിടെ വന്ന് ഈ ബ്ലോക്കിൽ വന്ന് രണ്ട് ബ്രാക്കറ്റിനകത്ത് വന്നു. എക്കോ i പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. i 1 പ്രിന്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും? i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഇൻക്രിമെന്റ് ഇപ്പൊ അതിന്റെ വാല്യൂ 1 ആയിരുന്നു, ഇപ്പൊ 2 ലെസ് ദാൻ 5 ആണോ? അതെ, വീണ്ടും i പ്രിന്റ് ചെയ്യും. i 2 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. 3 ആയപ്പോ ശേഷം വീണ്ടും ചെക്ക് ചെയ്തു. 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ? അതെ, വീണ്ടും എന്ത് ചെയ്തു? i പ്ലസ് അത് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോ ദാറ്റ് ഈസ് i 3 ആയി. ദെൻ ഇൻക്രിമെന്റ് ചെയ്ത് 4 ആയി. 5 ആകുമ്പോൾ ചെക്ക് ചെയ്യും. 5 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ? ഈക്വൽ ടു വന്നിട്ടല്ലേ 5. അതെ, ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ വരും. i പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. 5 പ്രിന്റ് ചെയ്യും. i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. 6 കിട്ടി. 6 ലെസ് ദാൻ 5 ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്തു? ലൂപ്പിന്ന് പുറത്ത് കടന്നു. പിന്നെ ഇവിടെ വേറെ കൂടെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സോ 1 to 5 വരെ പ്രിന്റ് ചെയ്ത് വന്നു. ക്ലിയർ ആയോ? വൈൽ ലൂപ്പ്. ദെൻ ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് ഓക്കെ. ദ ഡു വൈൽ സ്റ്റേറ്റ്മെന്റ് will execute the block of code at least once. ഒരു തവണയെങ്കിലും മിനിമം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. It then will repeat the loop as long as the condition is true. So ആ കണ്ടീഷൻ ട്രൂ ആണ് സമയത്ത് വീണ്ടും വീണ്ടും പിന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് ടൈം ഒരു തവണ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അത് ഡു എന്നുള്ള കണ്ടന്റ്. വൈൽ ലൂപ്പിലകത്ത് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. വീണ്ടും വർക്ക് ചെയ്യും. ആ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ എക്സിറ്റ് ആവും. അപ്പൊ ഇവിടെ ഡു എന്നുള്ള കണ്ടീഷനാണ് ട്രൂ. ഡു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഇവിടെയാണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. വൈൽ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പ്രത്യേകം. അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങനെ കോഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലേ, മുകളിൽ നിന്ന് താഴോട്ട് നിന്ന് കോഡ് വരുമ്പോൾ ആദ്യം ഡു കാണും. സോ അപ്പൊ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പിനകത്ത് കയറും, ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യണം. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നും സിസ്റ്റം നോക്കുന്നില്ല. ഫസ്റ്റ് എന്ത് ചെയ്യും? ലൂപ്പ് എൻട്രി ചെയ്യും, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഒരു തവണ ലൂപ്പ് നിർബന്ധമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ പിന്നെ ലൂപ്പിൽ എൻട്രി ചെയ്യില്ല. അപ്പൊ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തല്ലോ. ദെൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ വീണ്ടും നമുക്ക് ആ ലൂപ്പിലോട്ട് എൻട്രി ചെയ്യും, വർക്ക് ചെയ്യും. അപ്പൊ ഒരു തവണ ട്രൂ ആയി കഴിഞ്ഞാൽ 2 തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. 5 ടൈംസ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 6 ടൈംസ് ഇത് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഡു വൈലിന്റെ പ്രത്യേകത. ഡു വൈൽ കണ്ടിട്ട് നമുക്ക് ഏത് ലൂപ്പാണ്? എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് അല്ലെ. പ്രോഗ്രാം കോഡ് ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പിന് പുറത്തെടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക? ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ അല്ലെ.
മറ്റേതോ എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഏത് ലൂപ്പ്? വൈൽ ലൂപ്പ്, അതുപോലെ ഫോർ ലൂപ്പ് ഒക്കെ. ആദ്യം ലൂപ്പിലോട്ട് എൻട്രി ചെയ്യുന്ന മുൻപ് അത് നീ ചെക്ക് ചെയ്യും. എൻട്രി സമയത്ത് ചെക്ക് ചെയ്യാനാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് സമയത്ത് ചെക്ക് ചെയ്യാനാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് പറഞ്ഞത്. ഇതിന്റെ കോഡ് നോക്കി. പ്രിന്റ് നാച്ചുറൽ നമ്പേഴ്സ് 1 to 5. നേരത്തെ സെയിം പ്രോഗ്രാം തന്നെ കേട്ടോ, 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യാനുള്ള കോഡ്. സോ ഇവിടെ നോക്കി, i is equal to 1, സെയിം കോഡ് തന്നെയല്ല. i is equal to 1 ഡു എക്കോ i പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, i പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് കൊടുത്തുള്ളത്? വൈൽ ചെക്കിംഗ് കണ്ടീഷൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നേരത്തെ ഒരു വൈൽ ലൂപ്പിനകത്ത് ഇത് മുകളിൽ കൊടുത്തിരുന്നു അല്ലെ, ഓർക്കണില്ലേ? അതേ വരും. ഇവിടെ താഴെയാണ് കൊടുത്തത്. ദെൻ ഇത് ഒരു ഓർത്തിരിക്കുന്ന കണ്ടീഷൻ. ഇവിടെ ഡു ആണ് എന്ത്? ലൂപ്പ്. വൈൽ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ആണ്. PHP ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ സെമിക്കോളം മസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ വൈൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ സെമിക്കോളം കൊടുക്കണം. ഡു എന്നുള്ള ലൂപ്പും വൈൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റും ആണ്. അതുകൊണ്ട് ഇവിടെ അതുപോലെ എക്സാമ്പിൾ കണ്ടോ, വൈൽ സെമിക്കോളം. ഇപ്പൊ ഡു എന്നുള്ള ലൂപ്പാണ്, അതിന് സെമിക്കോളം ഒന്നുമില്ല. വൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിന് സെമിക്കോളം കൊടുക്കണം. ഇവിടെ ഡു എന്നുള്ളതാണ് ലൂപ്പ്. ഡു വൈൽ ലൂപ്പിൽ അങ്ങനെ വരും. നിങ്ങൾക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. i is equal to 1 എക്കോ i, അപ്പൊ 1 പ്രിന്റ് ചെയ്യും. i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു 2i. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അതെ. അപ്പൊ വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇപ്പോഴാണ് ചെക്ക് ചെയ്ത് വന്നത്. ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, അതിനുശേഷം ചെക്ക് ചെയ്ത്, അപ്പോഴേക്ക് 1 ഇവിടെ പ്രിന്റ് ചെയ്തില്ലേ? അതാണ് കണ്ടീഷൻ പറഞ്ഞത്. 2 എന്ന് പറഞ്ഞത് ഒരു തവണ ലൂപ്പ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ ഇതെന്ത് ചെയ്യൂ? കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പൊ 1 ആദ്യം പ്രിന്റ് ചെയ്തു, അതിനുശേഷം ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, ഇവിടെ i is equal to 10 കൊടുത്തു വിചാരിക്കും. ഫസ്റ്റ് നമ്മൾ i equal to 10 കൊടുത്തു. 10 കൊടുത്ത് എന്താ സംഭവിക്കുക? എക്കോ i പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ i 10 പ്രിന്റ് ചെയ്യും ഇവിടെ. അതിനുശേഷം ഇൻക്രിമെന്റ് ചെയ്തു 11 ആയി. പിന്നെയാണ് ചെക്ക് ചെയ്യുക, 11 ലെസ് ദാൻ 5 ആണോ? അല്ല. അപ്പൊ ലൂപ്പ് എക്സിറ്റ് ആവും. ഓൾറെഡി ഇവിടെ 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് കേസ് നമ്മൾ ഓർത്തിരിക്കുക, ഡു വൈൽ ലൂപ്പിന്റെ ഫസ്റ്റ് ഒരു തവണ ലൂപ്പ് എന്തായാലും എക്സിക്യൂട്ട് ആവും. അതിനുശേഷം മാത്രം കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ദെൻ 1ഉം 2ഉം 3ഉം 5 എത്തിക്കഴിഞ്ഞു. ഇത് ഇൻക്രിമെന്റ് ചെയ്ത് 5 ആയി. 5 അപ്പൊ വീണ്ടും ചെക്ക് ചെയ്യും, 5 ലെസ് ദാൻ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 ആണോ? അതെ. അപ്പൊ എന്ത് ചെയ്യും? ഈ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഒന്നുകൂടെ വരും അല്ലെ? ഇവിടെ എത്തും, അത് പ്രിന്റ് ചെയ്യാൻ പറയും. എന്ത് ചെയ്യും? ഈ ഒരു കണ്ടന്റ് ലെസ് ദാൻ ഈക്വൽ 5 ആണെങ്കിൽ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ വീണ്ടും ഇവിടെ വരും, i പ്രിന്റ് ചെയ്യാൻ പറയും. i 5 ആയി വരും. ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, 6 ആവും. 6 വീണ്ടും ചെക്ക് ചെയ്യും, 6 ലെസ് ദാൻ ഈക്വൽ 5 ആണോ? അല്ല. എക്സിറ്റ് ആവും. 1 to 5 വരെ ഇത് പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് കേസ് ആണ് ഫോർ ലൂപ്പ്. ഒക്കെ സി പ്രോഗ്രാമിംഗ് സിന്റാക്സ് ആണ്. സിയിലും CPP ഒക്കെ പഠിച്ച സെയിം സിന്റാക്സ് ആണ് വരുന്നത്. ഈ ഇന്റർഫേസ് ചേഞ്ച് ആവും. അതുപോലെ ഇവിടെ എക്കോ പ്രിന്റ് ചെയ്യാനാണ് പ്രിന്റ് എഫ് കൊടുക്കും, സി ഔട്ട് കൊടുക്കും. അതിന് പകരം തൊട്ട് വാല്യൂസ് ഒക്കെ റീഡ് ചെയ്യുമ്പോൾ വേരിയബിൾസ് $സിംബിൾ കൊടുക്കുന്നു. ഈ ടാഗ് ലെസ് ആൻഡ് ഗ്രേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് PHP ടാഗ് കൊടുക്കുന്നു. ആ ഇന്റർഫേസിന്റെ സിറ്റുവേഷൻ മാറ്റുള്ളൂ. സിന്റാക്സ് കറക്റ്റ് ആണ്. ഓക്കെ, ഡു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെ, ഇവിടെ കൊടുത്താണ് സിന്റാക്സ്. ഇതേ സെയിം സിന്റാക്സ് തന്നെ CPP ഉപയോഗിക്കുക, ജാവയിൽ ഉപയോഗിക്കുക, PHP ഉപയോഗിക്കുക, സിയിൽ ഉപയോഗിക്കുക. എല്ലാത്തും സെയിം സിന്റാക്സ് ആണ്. ആ ഇന്റർഫേസിൽ പ്രോഗ്രാം അനുസരിച്ച് അതിന്റെ ഇന്റർഫേസിൽ യൂസ് ചെയ്യുന്ന കോഡുകൾ ചേഞ്ച് ആവുന്ന മാത്രം. ഓക്കെ, ദെൻ ഫോർ ലൂപ്പ്. The for loop is used to when we know how many times we want to execute statement of block statement. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും നമുക്ക് അറിയാമെങ്കിൽ ഫോർ ലൂപ്പിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഫോർ ഇനീഷ്യലൈസേഷൻ, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വാല്യൂ, കണ്ടീഷൻ ചെക്ക്, സെമികോളൻ, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. ഇതാണ് സ്റ്റാർട്ടിംഗ് വാല്യൂ, ഇനീഷ്യലൈസേഷൻ. എൻഡിങ് വാല്യൂ നമ്മൾ കണ്ടീഷൻ സാധാരണ കൊടുക്കാറ് അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യും? ഇത് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്ഷൻ. ഫോർ ലൂപ്പിനകത്ത് 2 സെമികോളൻ മസ്റ്റ് ആണ്. ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം സെമികോളൻ ഉണ്ടാവില്ല, കാരണം ഇത് ലൂപ്പാണ്. ഇത് ഒരു ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫംഗ്ഷൻ ആണ് ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പിന്റെ ഫംഗ്ഷനകത്ത് അകത്ത് 2 സെമികോളൻ ഉണ്ടാകും, പുറത്ത് സെമികോളൻ ഉണ്ടാവില്ല. ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ എക്സ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഇവിടെ നോക്കി, ഫസ്റ്റത്തെ വാല്യൂ ഇനീഷ്യലൈസേഷൻ ഇതാണ് വരിക. ഇനീഷ്യലൈസേഷൻ ചെയ്തു, ദെൻ i is equal to 1 സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കും. ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിലേക്ക് കയറും, വർക്ക് ചെയ്യും. വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇത് മാത്രം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇനീഷ്യലൈസേഷൻ നോക്കില്ല, ഫസ്റ്റ് കേസ് പിന്നെ വർക്ക് ചെയ്യില്ല. എപ്പോഴും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ഇവിടെ വരും. ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ഏതോ ഓപ്പറേഷൻ നടത്തും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇവിടെ ചെക്ക് ചെയ്യും വന്നോണ്ടിരിക്കും. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ലൂപ്പിന് എക്സിറ്റ് ആവും. കോഡ് നോക്കി, 1 to 5 വരെ പ്രിന്റ് ചെയ്യാൻ സെയിം കോഡ്. വളരെ സിമ്പിൾ കോഡുകൾ, ഇത് മാത്രം പഠിച്ചാൽ ഇതുപോലെ ഒരേ പ്രോഗ്രാമിന്റെ എല്ലാത്തിനും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും.
ഓക്കെ. ഐ ഈസ് ഈക്വൽ ടു 1. സാധാരണ ഫോർ ലൂപ്പിൽ വരുമ്പോൾ ഈ വൈൽ ലൂപ്പും ഡു വൈലൊക്കെ വന്നപ്പോൾ ആ ലൂപ്പിന്റെ മുകളിലായിരുന്നു ഇനീഷ്യലൈസേഷൻ കൊടുത്തിരുന്നത്. ഇത് ഫോർ ലൂപ്പ് അവന്റെ ഉള്ളിലകത്ത് കൊടുക്കുക, അതിന്റെ അകത്ത് കൊടുക്കുക. ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഐ പ്ലസ് പ്ലസ് എല്ലാം ഒരു സമയത്ത് ഇനീഷ്യലൈസേഷനും കണ്ടീഷൻ ചെക്ക് ചെയ്യാനും ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് എല്ലാം ഒറ്റ സ്റ്റേറ്റ്മെന്റ്. പ്രിന്റ് ചെയ്യാനുള്ള കാര്യം മാത്രം താഴെ കൊടുത്തുള്ളൂ. എക്കോ ഡോളർ സിമ്പൽ ഐ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കിയത് വർക്ക് നേരത്തെ പറഞ്ഞ സെയിം കണ്ടന്റ്. ഐന്റെ 1 സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ചെക്ക് ചെയ്തു, ഐ ലെസ് ദാൻ 1 ലെസ് ദാൻ 5 ആണോ? അതെ, പ്രിന്റ് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് പോകും, ഇൻക്രിമെന്റ് ഓപ്പറേഷൻ 2i 2 ലെസ് ദാൻ 5 ആണോ? അതെ, 2 പ്രിന്റ് ചെയ്തു. ഇൻക്രിമെന്റ് 3i 3 ലെസ് ദാൻ 5 പ്രിന്റ് ചെയ്തു. ഇൻക്രിമെന്റ് 4i 4 ലെസ് ദാൻ 5 പ്രിന്റ് ചെയ്തു. ഇൻക്രിമെന്റ് 5 ലെസ് ദാൻ ഈക്വൽ ടു 5 അതെ പ്രിന്റ് ചെയ്തു. ഇൻക്രിമെന്റ് 6i 6 ലെസ് ദാൻ ഈക്വൽ ടു 5 നോ. അതോടുകൂടെ ലൂപ്പ് നെക്സ്റ്റ് ആവും. 1 to 5 പ്രിന്റ് ചെയ്ത് കിട്ടി. ക്ലിയർ ആയില്ലേ? 3 ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. ക്ലിയർ? ഇതൊക്കെ ചോദിക്കട്ടെ, എക്സാം ചോദിക്കാറുണ്ട് ലൂപ്സ്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക, എന്തിനാണ് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ചെയ്ത ഈ ഒരു എക്സാമ്പിൾ എഴുതുക. സിമ്പിൾ. കഴിയുമെങ്കിൽ ഔട്ട്പുട്ട് വരച്ച് വെക്കുക. വെറുതെ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ വരച്ച് വെക്കണ്ട. ഒരു ബോക്സ് വരയ്ക്കുക, അതുപോലെ ലാൻഡ്സ്കേപ്പ് രൂപത്തിൽ, പോർട്രേറ്റ് അല്ല ലാൻഡ്സ്കേപ്പ് രൂപത്തിൽ പിക്ചർ വരയ്ക്കുക. ക്രോസ് ബട്ടൺ രേഖപ്പെടുത്തുക. ഇതൊന്നും വേണ്ട, വേറെ ഒന്നും വെക്കണ്ട, ക്രോസ് ബട്ടൺ മാത്രം മതി. എന്നിട്ട് അതിനകത്ത് ഈ വാല്യൂ എടുക്കുക, 1 2 3 4 5. ഫുൾ മാർക്ക് കിട്ടും. ഒരു മാർക്ക് പോലും, അര മാർക്ക് പോലും എവിടെയും പോകില്ല. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടോപ്പിക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക്. ലൂപ്സിൽ വരുന്ന ഓപ്ഷനാണ് കണ്ടിന്യൂ ബ്രേക്ക്. ലൂപ്പിലാണ് അത് കറക്റ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. കണ്ടിന്യൂ ഈസ് യൂസ്ഡ് ടു വിത്തിൻ looping structure to skip the rest of the code loop iteration and continue execution at the condition evaluate, then begin the next iteration. ഓക്കെ, ബോൾഡ് ആക്കി കണ്ടേ നോക്കുക. കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് പറഞ്ഞത്. കണ്ടിന്യൂ ടു സ്കിപ്പ് ചെയ്യാൻ പറ്റും. എന്താ സ്കിപ്പ് ചെയ്യേണ്ടത്? ലൂപ്പിന്റെ ഐട്രേഷൻ. ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് വാല്യൂ 1 ആണ്. 1 ആയിരിക്കും സെറ്റ് കൊടുത്ത പോലെ ആയിരിക്കും. 25 കൊടുത്താൽ 25 ആയിരിക്കും ഇനീഷ്യൽ വാല്യൂ. ആ ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ, തേർഡ് ഐട്രേഷൻ, ഏതോ ഒരു ഐട്രേഷൻ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്ക് സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യണം ബാക്കിയുള്ള എക്സിക്യൂഷൻ. അതാണ് ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്യാം, ബാക്കിയുള്ള ഐട്രേഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെ, ഏതെങ്കിലും 1 2 3 എത്ര ഐട്രേഷൻ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റും. അതിലുള്ള കണ്ടീഷനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂന്ന് യൂസ് ചെയ്യുന്നത്. സോ ടു സ്കിപ്പ് ലൂപ്പ് ഐട്രേഷൻ ആൻഡ് കണ്ടിന്യൂ വിത്ത് എക്സിക്യൂഷൻ. അത്രമാത്രം ഓർത്താണ്. അത് ഞാൻ ബോൾഡ് ഫേസ് ആക്കിയിട്ടാണ്, കാരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കാം. ബ്രേക്ക് എൻഡ് എക്സിക്യൂഷൻ ഓഫ് കറന്റ് ഫോർ ഈച്ച് വൈൽ ഡു വൈൽ സ്വിച്ച് സ്ട്രക്ചർ. ബ്രേക്ക് എന്നുള്ള കണ്ടന്റ് യൂസ് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ്. എൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദ കറന്റ് ബ്ലോക്ക് ഉദ്ദേശിച്ചത് അറിയോ? നമ്മളെ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യില്ലേ, ബ്രേസസ് ഓപ്പൺ ചെയ്യും. ആ ബ്രേസസിനകത്ത് ബ്രേക്ക് കൊടുത്താൽ അതിന് പുറത്ത് കിടക്കും. അപ്പൊ ഫോർ ലൂപ്പിനകത്ത് ഒരു ബ്രാക്കറ്റ് ഉണ്ടാവുമല്ലോ, ആ ബ്രാക്കറ്റിനകത്ത് ബ്രേക്ക് കൊടുത്താൽ ആ ബ്രാക്കറ്റിനകത്ത് നിന്ന് പുറത്ത് കിടക്കും. എൻഡ് എക്സിക്യൂഷൻ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് എക്സിക്യൂഷൻ എന്ത് ചെയ്യുന്നതാണ്? ഒരു ബ്രാക്കറ്റും ഇല്ലാതെ നമ്മൾ റൺ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ബ്രേക്ക് കൊടുത്താലോ ആ പ്രോഗ്രാം എൻഡ് ആവും. അതല്ല, ഏതെങ്കിലും ഒരു ബ്ലോക്കിനകത്താണ് കൊടുക്കുക. ഈ സ്വിച്ച് കേസിന് ഓരോ കേസിന് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കേസിൽ നിന്ന് ബ്രേക്ക് ആവും. അത്രമാത്രം. പ്രോഗ്രാം മൊത്തം പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ എൻഡ് ആവില്ല. ഏത് കറണ്ട് ബ്ലോക്ക് ഏത് ബ്ലോക്കിൽ നിന്നാണോ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കോൾ ചെയ്യുന്നത്, ആ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആവും. ബൈ ഡീഫോൾട്ട് റൺ ചെയ്യുന്ന ഒരു ബ്ലോക്കിലും അല്ല, ഇങ്ങനെ ബ്രാക്കറ്റ് ഒന്നും കൊടുക്കാതെ വെറുതെ നമ്മൾ ഒരു നോർമൽ രൂപത്തിലാണ് ടെക്സ്റ്റ് ബ്രേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിൻഡോന്ന് ആ ഒരു പ്രോഗ്രാം അതോടുകൂടെ എക്സിറ്റ് ആവും. അതായത് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇവിടെ നോക്കിയേ, കണ്ടിന്യൂന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. HTML head for I is equal to 0, I less than or equal to 5, I plus plus. അപ്പൊ ഐയുടെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടീഷൻ പറഞ്ഞു, I equal to 0 എന്നാ പറഞ്ഞു അല്ലെ. 0 എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ I is equal to 2 ആണോ ചെക്ക് ചെയ്ത് വെക്കണം. ഇഫ് I is equal to 2, ഐയുടെ വാല്യൂ 2 ആണെങ്കിൽ കണ്ടിന്യൂ. ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ I is equal to 2 ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യണം. ഈ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ? ഇത് ഓട്ടോമാറ്റിക് അടുത്ത ഐട്രേഷൻ വർക്കാവും. ഈ പ്രോഗ്രാം ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് നോക്കാം. I is equal to 0, I less than 5, I plus plus. റൺ ചെയ്തു. If I equals to 2 ആണോ? അല്ല, 0 അല്ല വാല്യൂ. അപ്പൊ ഈ കണ്ടിന്യൂ സ്റ്റേറ്റിൽ വർക്ക് ആവില്ല. ഇവിടെ വരും എക്കോ I പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 0 ഒന്ന് പ്രിന്റ് ചെയ്യും ഫസ്റ്റ്. ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു അല്ലെ, ഫോർ ലൂപ്പ് അല്ലെ, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. വീണ്ടും I less 1 കിട്ടും. 1 less than 5 ആണോ? 1 less than 5 അല്ലേ? അല്ലെ, ആണ്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും അത് വർക്ക് ചെയ്യാൻ ഇവിടെ വരും. അപ്പൊ കണ്ടിന്യൂ നോക്കും. I is equal to 2 ആണോ? 1 equal to ആണോ? അല്ല. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യാൻ ചോദിക്കും, 1 പ്രിന്റ് ചെയ്യും.
ഇനി ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ 2 കിട്ടി. നോക്കാം, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? 2 ലെസ് ദാൻ 5 ആണോ? അതെ. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണ്. ലൂപ്പിന് അകത്തേക്ക് വന്നു. ഇവിടെ I ഈസ് ഈക്വൽ ടു 2 ആണോ? അതെ. അപ്പൊ കണ്ടിന്യൂ. കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലോക്കിന്റെ അകത്ത് താഴെയുള്ളത് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. അതോടുകൂടി എന്ത് ചെയ്യും? ഈ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇറ്ററേഷൻ വർക്ക് ചെയ്യും. അപ്പൊ അതിന്റെ വാല്യൂ 2 എന്നില്ല ഇവിടെ പ്രിന്റ് ചെയ്തില്ല. ഉണ്ടോ? ഈ കണ്ടിന്യൂന്റെ താഴെയാണ് ബാക്കിയുള്ള വാല്യൂസ്. അപ്പൊ ഈ കറണ്ട് ബ്ലോക്കിന്റെ അകത്ത് നിന്നും അടുത്ത ഇറ്ററേഷൻ വർക്ക് ചെയ്യും. അത് 3 എന്നാവും. 3 ലെസ് ദാൻ 5 ആണോ? അതെ. 3 ഈക്വൽ ടു 2 ആണോ? അല്ല. കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല, 3 പ്രിന്റ് ചെയ്യും. അപ്പൊ 0 to 5, 0 to 4 വരെ പ്രിന്റ് ചെയ്യും. അതിൽ 2 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവില്ല. 2 എന്ന് പറഞ്ഞ നമ്പർ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിന്യൂ വരും. അതാണ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരിക. ദെൻ ഇവിടെ ബ്രേക്ക് നോക്കി, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് സെയിം പ്രോഗ്രാം ആയിട്ടില്ല. ഇവിടെ 8 കൊടുത്തിട്ടുണ്ട് അല്ലേ? 8 ഇവിടെ 4i is equal to 0, i less than 8, i plus plus print i. ഇങ്ങനെ കൊടുത്ത് നമുക്ക് എന്താ പ്രിന്റ് ചെയ്ത് വരാം? താഴെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ 0 മുതൽ 7 വരെയുള്ള വാല്യൂ 1 by 1, 2, 3, 4, 5, 6, 7 വരെ പ്രിന്റ് ചെയ്യും താഴെ വരെ. അതിലൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇഫ് i is equal to 4, ഐയുടെ വാല്യൂ 4 ആവുന്നതോട് കൂടെ എന്ത് സംഭവിക്കും? ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് കണ്ട എന്താ? ഈ കറണ്ട് ബ്ലോക്കിന് ഇങ്ങോട്ട് എക്സിറ്റ് ആവും. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആവില്ല. അപ്പൊ 1 to 4 വരെ പ്രിന്റ്. 4 പ്രിന്റ് ചെയ്യൂ? ഇല്ലല്ലേ? കാരണം 4 ആ പ്രിന്റ് ചെയ്യുന്ന ഭാഗം താഴെയാണ്, ഇവിടെയാണ് വരുന്നത്. അതിന്റെ മുമ്പ് ബ്രേക്ക് ആവും. അപ്പൊ i is equal to 0, 1, 2, 3. 0 മുതൽ 3 വരെ പ്രിന്റ് ചെയ്യും. 4 പ്രിന്റ് ചെയ്യില്ല. അപ്പോഴേക്കും എന്ത് ചെയ്യും? ഇത് എക്സിറ്റ് ആവും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇതിനൊക്കെ ലാബ് നമ്മൾ ചെയ്ത് കാണിക്കട്ടോ. എങ്ങനെ റൺ ചെയ്യുന്ന ലാബിന്റെ പ്രോഗ്രാം നമ്മൾ ലാബ് വഴി നമ്മൾ ചെയ്ത് കാണിക്കാം. അത് തിയറി ബേസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം ഔട്ട്പുട്ടൊക്കെ. ലാബ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, then arrays in PHP. An array in PHP is a collection of keys and value pairs. It maps associate values to keys. ഒരു അറേന്ന് കണ്ടന്റ് PHP അറേയിലെ കളക്ഷൻ ഓഫ് കീസ് ആൻഡ് വാല്യൂസ് ആണ്. അതിന്റെ പെയർ, ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ഒരു അറേയിലുള്ള ഒരു എലമെന്റിന് ഒരു കീ ഉണ്ടാവും, അതിന്റെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇതിന്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ കളക്ഷൻസ് എന്ന് പറയുന്നത് PHP എന്നുള്ള അറേയിൽ വരുന്നത്. ഓക്കെ, then it maps associate values to key. വാല്യൂസും കീയും നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരുമിച്ചായിരിക്കും. ഫസ്റ്റ് വാല്യൂ ഫസ്റ്റ് കീ, ഫസ്റ്റ് സെക്കൻഡ് വാല്യൂ സെക്കൻഡ് കീ. ആ ഒരു അസോസിയേറ്റിവിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് വി റൈറ്റ് a of 1, a എന്ന് പറഞ്ഞ അറേയുടെ നെയിം ആണ്, array of 1 is equal to 10. ഇങ്ങനെ വാല്യൂ ഉണ്ടെങ്കിൽ, അതായത് a of 1 നമുക്ക് CPP പഠിച്ചാണ്, സെയിം കണ്ടന്റ് ആണ്. ഇത് അറേ നെയിം ആണ്, ഇത് ഇൻഡെക്സ് ആണ്, അതിന്റെ വാല്യൂ ആണ് 10. then we can say the index 1 is a key. index 1 ഇതാണ് കീ ആയിരുന്നത്. ഇൻഡെക്സിന് നമ്മൾ ഇവിടെ കീ എന്ന് പറയുന്നത്. then the value എന്ന് പറഞ്ഞാൽ അതിന് 10, 1ന് 10. ഇതാണ് കീ. കീ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. both key and value are allocated in a single variable and it is called array element. കണ്ടോ, ഈ കീയും അതുപോലെ അതിന്റെ വാല്യൂ ഇത് രണ്ടും അറേഞ്ച് ചെയ്യുന്ന ഒരു സിംഗിൾ എലമെന്റ് മുകളിലാണ്. ആ എലമെന്റ് എന്ന് പറഞ്ഞ പേര് എന്താണ്? അറേ എലമെന്റ്. അറേയിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെന്റ്, ആ എലമെന്റിനകത്താണ് ഈ വാല്യൂ അതുപോലെ കീയും അറേഞ്ച് ഉള്ളത്. ഇൻ PHP there are 3 types of arrays. different types of arrays PHP പറയാം. ഫസ്റ്റ് വൺ ഇൻഡെക്സ്ഡ് അറേ, സെക്കൻഡ് വൺ അസോസിയേറ്റീവ് അറേ, തേർഡ് വൺ മൾട്ടി ഡയമെൻഷണൽ അറേ. 3 ടൈപ്പ് അറേസ് നമുക്ക് PHP ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാ നോക്കാം, ഈ ഡീറ്റെയിൽഡ് ആണെങ്കിൽ നോക്കാം. ഇൻഡെക്സ്ഡ് അറേ, ഫസ്റ്റ് അറേ ഈസ് നമുക്ക് നോക്കാം. ഇൻഡെക്സ്ഡ് അറേ എന്താണ്? ഇൻഡെക്സ്ഡ് അറേ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. Arrays with numeric index are called indexed array. Numeric index എന്ന് പറഞ്ഞാൽ 0 to 0, 1, 2, 3 ആണ് numeric index. അങ്ങനെ ഒരു representation array എന്ന് പറഞ്ഞ പേരാണ് indexed array. They use non-negative integers as keys. Non-negative എന്ന് പറഞ്ഞാൽ 0 മുതൽ 0, 1, 2, 3 അങ്ങനെ വരുന്ന അതാണ് കീസ് റെപ്രസെന്റ് ചെയ്യുക. integers as keys. അങ്ങനെ 0th പൊസിഷൻ ആണ് ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് ആണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സിന് അത് കീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദീസ് അറേസ് ക്യാൻ സ്റ്റോർ നമ്പേഴ്സ്, സ്ട്രിംഗ് ആൻഡ് എനി ഒബ്ജക്റ്റ് ബട്ട് ദെയർ ഇൻഡെക്സ് വിൽ ബി റെപ്രസെന്റഡ് ബൈ നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 0 to 0, 1, 2, 3 എക്സെട്ര എന്നുള്ള നമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ അതിന്റെ അങ്ങനത്തെ വാല്യൂസ് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? നമ്പേഴ്സ് പറ്റും, അതുപോലെ സ്ട്രിങ് ചെയ്യാൻ പറ്റും, വേറെ ഏതെങ്കിലും IP അഡ്രസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഡേറ്റോ അതൊക്കെ സ്റ്റോർ ചെയ്യാം. സോ ഒബ്ജക്റ്റും നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ അകത്തുള്ള കീസ് നമ്മൾ എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ വാല്യൂസ് ആണ് കീസ് ആക്കി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാല്യൂസ് നമുക്ക് ഈ രൂപത്തിൽ ഏത് വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനും കഴിയും. ബൈ ഡീഫോൾട്ട് അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0.
നമ്മൾ ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് 0 എന്നാ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റത്തെ 3 ലൊക്കേഷൻ നമുക്ക് ഒഴിവാക്കിയിട്ട് 3 ഓൺവേർഡ്സ് 4th ലൊക്കേഷൻ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദ ഫംഗ്ഷൻ അറേ ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ അറേ. ഈ അറേ എന്ന് വെച്ചാൽ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിന്റാക്സ് ഫോർ ഇൻഡെക്സ്ഡ് അറേ. ഓക്കെ, അറേ അറേ നെയിം, അത് അറേ നെയിം ഉദ്ദേശിച്ചത് എന്താണ്? അറേ നെയിം അറേ, ദെൻ ഇവിടെ ഇതിന്റെ വാല്യൂ ഇവിടെ കണ്ടോ, ഇതാണ് വേരിയബിൾ ഡോളർ സിമ്പൽ അറേ. അറേ നെയിം ഉദ്ദേശിച്ചാണ് അറേ നെയിം. ദെൻ അതിന്റെ വേരിയബിൾ അറേ നെയിം അറേ ബ്രാക്കറ്റിനകത്ത് വാല്യൂ 1 വാല്യൂ 2 വാല്യൂ 3 എക്സെട്ര. ഓർ അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ സെറ്റ് കൊടുക്കാം. അറേ നെയിം, അറേയുടെ നെയിം ആണ് ഇവിടെ കൊടുത്തത്. ഇവിടെ അണ്ടർസ്കോർ ഉണ്ട്. അറേ നെയിം ദെൻ അറേ ഓഫ് ദിസ് മച്ച്. അതല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഡോളർ സിമ്പൽ അറേ കീ ദെൻ ഇസ് ഈക്വൽ ടു അതിന്റെ വാല്യൂ. ഇവിടെ ഈക്വൽ ടു എന്ന സിമ്പിൾ ഉണ്ട്, വൈറ്റ് കളർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡോളർ സിമ്പൽ അറേ കീ ഇസ് ഈക്വൽ ടു വാല്യൂ. ഈ രൂപത്തിൽ സിന്റാക്സ് റെപ്രസെന്റ് ചെയ്യാം. ദെൻ എക്സാമ്പിൾ ഫോർ ഇൻഡെക്സ്ഡ് അറേ. ഇവിടെ നോക്കി, ഡോളർ സിമ്പൽ രജിസ്റ്റർ നമ്പർ ഈക്വൽ ടു അറേ ഓഫ് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ. ഇതൊരു അറേ റെപ്രസെന്റേഷൻ ആണ്. ഇത് ഇൻഡിജർ അറേ ആണ്. വേറെ നോക്കിയ കളേഴ്സ് ഈസ് ഈക്വൽ ടു അറേ ഓഫ് റെഡ് ബ്രൗൺ യെല്ലോ. ഇത് കളർ എന്നുള്ള കളേഴ്സ് ആണ് അല്ലെ. ഇത് സ്ട്രിംഗ് ആണ്, ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ടോ, സ്ട്രിംഗ് അറേ ആണ്. നോക്കി എങ്ങനെ കൊടുക്കാം, ഇൻഡെക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇൻഡെക്സ് ഡോളർ സിമ്പൽ രജിസ്റ്റർ നമ്പർ 0 ഈക്വൽ ടു ദിസ് മച്ച്, രജിസ്റ്റർ നമ്പർ 1 ഈക്വൽ ടു ദിസ് മച്ച്, 2 ദിസ് മച്ച്. ഒരൊക്കെ ഈക്വൽ ടു ഉണ്ട്. സോ രജിസ്റ്റർ നമ്പർ 2 ഈക്വൽ ടു ദിസ് മച്ച്. ഇവിടെ കളേഴ്സ് ആകുമ്പോൾ ഡോളർ സിമ്പൽ 0 ഈക്വൽ ടു റെഡ്, 1 ഈക്വൽ ടു ബ്രൗൺ, 2 ഈക്വൽ ടു യെല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം, ഒരുമിച്ച് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ, ഇൻ ദ എബോവ് എക്സാമ്പിൾ ദ രജിസ്റ്റർ നമ്പർ ദിസ് മച്ച് ആൻഡ് റെഡ് ബ്രൗൺ യെല്ലോ, ഇത് രണ്ട് അറേസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ വാല്യൂസ് ആൻഡ് ദ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആർ 0 1 2 അല്ലെ. 0യും 1ഉം 2 വരുമ്പോൾ 3 വാല്യൂസ് ആയി. ഫസ്റ്റ് വരുന്നത് 0, സെക്കൻഡ് 1, തേർഡ് 2. അപ്പൊ 3 വാല്യൂസ് ആയി. ആൻഡ് കീസ്, അത് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വാല്യൂസ് എന്ന് പറഞ്ഞത് ഈ വാല്യൂസും, കീ എന്ന് പറഞ്ഞത് ഇൻഡെക്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ പ്രിന്റ് അണ്ടർസ്കോർ ആർ, ഒരു ഫംഗ്ഷൻ ആണ് പ്രിന്റ് അണ്ടർസ്കോർ ആർ, can be used for printing an array in single statement. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഒരേ രൂപത്തിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുക, പ്രിന്റ് ആർ എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂസ് യൂസ് ചെയ്യും. ഇതൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ദ സിന്റാക്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് പ്രിന്റ് ആർ അറേ നെയിം. പ്രിന്റ് അണ്ടർസ്കോർ ആർ അറേ നെയിം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അത് ഇൻഡെക്സ് വാല്യൂ ആ രൂപത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഒരു പ്രോഗ്രാം നോക്കിയ സിമ്പിൾ അറേ പ്രിന്റിംഗ്. നെയിം ഇസ് ഈക്വൽ ടു അറേ ഓഫ്, നെയിം എന്ന് പറഞ്ഞാൽ ഒരു അറേയുടെ നെയിം ആണ് കേട്ടോ. നെയിം ഇസ് ഈക്വൽ ടു അറേ ഓഫ് രാജു, സാലിം, ജോൺ. ഫോർ ഐ ഇസ് ഈക്വൽ ടു 0, കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ലെസ് ദാൻ 3 എന്നാൽ 2 ആണ് വരും അല്ലെ. അപ്പൊ 0 1 2, 0 എന്ന് പറഞ്ഞാൽ രാജു, 1 എന്ന് പറഞ്ഞാൽ സാലിം, 2 എന്ന് പറഞ്ഞാൽ ജോൺ. 3 മതി, ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ. ദെൻ എക്കോ നെയിം ഐ, ഡോളർ സിമ്പൽ ഐ. ഇത് നോർമൽ ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ രാജു പ്രിന്റ് ചെയ്യും, കണ്ടോ രാജു. ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ സാലിം പ്രിന്റ് ചെയ്യും, സാലിം. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ ജോൺ പ്രിന്റ് ചെയ്തു. 3 ആയി കഴിഞ്ഞാൽ ലൂപ്പ് നെക്സ്റ്റ് ആവും, നെക്സ്റ്റ് പ്രിന്റ് ചെയ്തു വന്നു. ഇവിടെ നോക്കി പ്രിന്റ് ഉപയോഗിച്ച് നെയിം ഇസ് ഈക്വൽ ടു അറേ രാജു, സാലിം, ജോൺ, സെയിം കണ്ടന്റ് ആണ്. ഇവിടെ ഫോർ ലൂപ്പ് എന്ന് കൊടുക്കുക, ജസ്റ്റ് പ്രിന്റ് അണ്ടർസ്കോർ ആർ നെയിം എന്ന് കൊടുത്തു, പ്രിന്റ് അണ്ടർസ്കോർ ആർ നെയിം കണ്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറേ നെയിം മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക് കണ്ടോ അറേ, ഇതൊരു അറേ ആണ്. 0th ലൊക്കേഷനിൽ രാജു, ഫസ്റ്റ് ലൊക്കേഷനിൽ സാലിം, സെക്കൻഡ് ലൊക്കേഷനിൽ ഉദ്ദേശിച്ച ഇൻഡെക്സ് 2 ആരുള്ളത് ജോൺ, ഇൻഡെക്സ് 0 രാജു, ഇൻഡെക്സ് 1 സാലിം, ഇൻഡെക്സ് 2 ജോൺ. കറക്റ്റ് ആയിട്ട് ഇൻഡെക്സ്, അതായത് ഇൻഡെക്സ് ഉദ്ദേശിച്ച കീ ആണ്, കീ വാല്യൂ ആ രൂപത്തിൽ പ്രിന്റ് ചെയ്ത് വന്നു. ക്ലിയർ ആയോ? ഇൻഡെക്സ്ഡ് അറേ കൊടുത്തു കേട്ടോ. അസോസിയേറ്റീവ് അറേ അടുത്ത്, അറേസ് വിത്ത് നെയിംഡ് കീസ് ആർ കാൾഡ് അസോസിയേറ്റീവ് അറേ. നെയിംഡ് കീസ് എന്നാണ്, നെയിംഡ് കീസ് എന്ന് പറയാം അസോസിയേറ്റീവ് അറേ. അത് നെയിം കീ നമ്മുടെ അസോസിയേഷൻ ഉണ്ടായിരിക്കും. അസോസിയേറ്റീവ് അറേസ് ദെയർ ഇൻഡെക്സ് ആസ് സ്ട്രിംഗ്, ഇൻഡെക്സ് അറേ സ്ട്രിംഗ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതിന് മുമ്പ് നമ്മൾ ഇൻഡെക്സ് എന്താ പറഞ്ഞത്, 0 1 2 3 നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ നോൺ നെഗറ്റീവ് നമ്പേഴ്സ് എന്നല്ല പറഞ്ഞത്, അവിടെ നമുക്ക് എന്തെങ്കിലും സ്ട്രിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആ നമ്പേഴ്സിലെ ഇൻഡെക്സിൽ നമ്പർ പറയുന്നതോ ആ പോർഷൻ നമുക്ക് സ്ട്രിംഗ് പറയാം, അവർ സ്ട്രിംഗ് എൻ്റർ ചെയ്യാം.
അത് നമുക്ക് എങ്ങനെ വരുന്ന നോക്കാം. സിന്റാക്സ് ഫോർ ദ അസോസിയേറ്റീവ് അറേ കണ്ടോ, അറേ ഓഫ് കീ വാല്യൂ കീ വാല്യൂ കീ വാല്യൂ ഇങ്ങനെ ആയിരിക്കും അത് ഉണ്ടാവും നോർമൽ അറേ. പക്ഷെ ഈ കീന്റെ ഭാഗത്തൊക്കെ 0 എന്നോ 1 എന്നോ 2 ഒക്കെ ആയിരുന്നു നമ്മൾ ഇൻഡെക്സ് അറേ പഠിച്ചിരുന്നു. പക്ഷെ അസോസിയേറ്റീവ് അറേയിൽ ഇവിടെ ഒരു സ്ട്രിങ് ആണ് വരിക. ഓക്കെ, റിസൾട്ട് അറേ ഓഫ് ഹരി 35, ജോൺ 37, മിനി 43. ഇവ എന്തായി, ശരിക്കും ഇവിടെ ഇതാണ് വരുന്നത്. ഇതിവിടെ സ്ട്രിങ് ആണല്ലോ, ഹരി ജോൺ മിനി എന്ന് പറഞ്ഞത്. ഇവിടെ ശരിക്കും ഇൻഡെക്സ് ആണ് വരുന്നത് 0 to 0, 2, 3, 1, 4, 4, 5, 6, 7 വാല്യൂസ് ആണ് ഇവിടെ വരാണ്ടത്. അതാണ് കീസ് പറയുന്നത്, ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നത് സ്ട്രിങ് ആണ്. അപ്പൊ സ്ട്രിങ് വെച്ചിട്ട് പറയുമ്പോൾ എന്താണ്, ഇതൊരു അസോസിയേറ്റീവ് അറേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. കാരണം ഈ ഒരു 35 എന്നുള്ളത് മാർക്കാണ്. ആരെ മാർക്കാണ്? ഹരിയുടെ മാർക്കാണ്. റിസൾട്ട്, ഹരിയുടെ റിസൾട്ടാണ് 35, ജോണിന്റെ റിസൾട്ട് ആണ്, മിനിയുടെ റിസൾട്ട് ആണ് 43. അപ്പൊ ഇവിടെ ജസ്റ്റ് 0, 1, 2, 3 പറഞ്ഞ പകരം ഹരി ജോൺ ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ, കോസ്റ്റ്, കോസ്റ്റ് അതിന്റെ പ്രൈസ് വില. അറേ ബ്രാക്കറ്റ് പെൻ 35, പെന്നിന് 35 റുപ്പീസ് ആണ്, പെൻസിലിന് 5, ബ്രഷിന് 20. എ പെൻസിൽ കോസ്റ്റ് കൺകാറ്റനേഷൻ ഓപ്പറേഷൻ ഡോട്ട് കോസ്റ്റ് പെൻസിൽ കണ്ടോ, ഇവിടെ നമ്മൾ ഇൻഡെക്സ് അല്ല ഉപയോഗിച്ചത്. ഇൻഡെക്സ് ആണ് അല്ല ഇവിടെ എന്ത് കൊടുത്തത്, അസോസിയേറ്റ്. അത് ഇൻഡെക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പക്ഷെ ഇൻഡെക്സിന് കീ ഒരു സ്ട്രിങ് ആണ്, കീ ഒരു വാല്യൂ അല്ല, ഒരു നമ്പർ അല്ല, നോൺ നെഗറ്റീവ് ഇന്റിജർ അല്ല. കോസ്റ്റ് പെൻസിലിനെ കൊടുത്തു. അപ്പൊ കോസ്റ്റ് പെൻസിലിനെ കൊടുത്ത ഇവിടെ എന്താ ഔട്ട്പുട്ട് വരിക, 5 എന്നാണ് പ്രിന്റ് ചെയ്യുക. എ പെൻസിൽ കോസ്റ്റ് 5 റുപ്പീസ് എന്നാ വന്നത്. ഈ 5 എവിടുന്നാ വന്നത്, ഡോളർ സിമ്പിൾ കോസ്റ്റ് ഓഫ് പെൻസിൽ എന്ന് കൊടുത്തോട് ഇവിടെ എന്ത് വന്നു, 5 വന്നു. സാധാരണ ഇവിടെ എന്താ കൊടുക്കുന്നത്, ഇവിടെ ഇൻഡെക്സ് ആ കൊടുക്കില്ലേ നമ്പർ. പക്ഷെ ഇവിടെ എന്താ കൊടുത്തത്, പെൻസിലിന് കൊടുത്തോട് കൂടെ ആ പെൻസിൽ എത്രയാണ് വാല്യൂ 5 ആണ്, അത് ഇവിടെ വന്നു. കാരണം ഇതിവിടെ ഇൻഡെക്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് ആണ്, ഇവിടെ കീ ആണ്, കീ എന്താണ്, ഒരു സ്ട്രിങ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫോർ ഈച്ച് ലൂപ്പ്. ഫോർ ഈച്ച് ലൂപ്പ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ടു ഫോർ ലൂപ്പ്. എക്സ്റ്റൻഷൻ, ഫോർ ലൂപ്പിന് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഫോർ ഈച്ച് ലൂപ്പ്. രണ്ട് സിംഗിൾ വേർഡ് ആണ് ഫോർ ഈച്ച് ഉണ്ടോ, രണ്ട് സെപ്പറേറ്റ് വേർഡ് അല്ല, ഫോർ ഈച്ച് ലൂപ്പ്. Then it is used when we have an array with unknown number of elements. അറേന്ന് ഡാറ്റ ഒന്നിച്ച് റീഡ് ചെയ്യാനുള്ള കണ്ടന്റ് ആണ് ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കുന്നത്. Have an array with unknown number of elements. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് പറയാൻ പറ്റില്ല അറേയിൽ. അറേയിൽ നമ്പർ ഓഫ് എലമെന്റ്സ് 10 കൊടുത്തു, ഒരു പക്ഷെ അത് 50 ആവാം, 100 ആവാം. ഓരോ വാല്യൂസിനെ 1 by 1 ആയിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഫോർ ഈച്ച്. അപ്പർ ലിമിറ്റ് നമുക്ക് അറിയില്ല, മാക്സിമം എത്രയാണ് സൈസ് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ട് അറിയുന്ന 1 by 1 ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. It iterates through each key or value pair, key value pair until the end of the array. ആ array എപ്പോഴാണ് അവസാനിക്കുന്നത് അതുവരെ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ആ iteration. The for each loop works only on arrays and has two formats. രണ്ട് രൂപത്തിൽ അറേസിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അറേന്ന് ഡാറ്റ റീഡ് ചെയ്യാനുള്ള കണ്ടന്റ് മാത്രം ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കുള്ളൂ. കൂടാതെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയും. ഫോർ ഈച്ച് അറേ ആസ് വാല്യൂ കണ്ടോ, ഫോർ ഈച്ച് array as value. ഈ രൂപത്തിലാണ് ഫസ്റ്റ് കേസ് പറഞ്ഞത്. In this type, for every for loop iteration, the value for current array element is assigned to value. ഓരോ എലമെന്റും അറേയിലുള്ള ഓരോ, ഈ അറേ നെയിം ആണ് യൂസ് അറേ, അതിന്റെ ഓരോ വാല്യൂ എടുത്തിട്ട് വാല്യൂയിൽ അസൈൻ ചെയ്യും. ഈ വാല്യൂന് വേരിയബിൾ ആണ്, ഇവിടെ ടെമ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ടെമ്പ് എന്നാണ് വേരിയബിളോട്ട് 1 by 1 ആയിട്ട് ഓരോ വാല്യൂ അസൈൻ ചെയ്ത് കിട്ടും. The array pointer is moved by 1. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ കിട്ടും. 0th പൊസിഷനിലെ വാല്യൂ ആദ്യം റീഡ് ചെയ്യുക, ദെൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1 ആയിട്ടുള്ള വാല്യൂ രണ്ടാമത് റീഡ് ചെയ്യുക, ഇൻഡെക്സ് 2 തേർഡ് 1, ആ രൂപത്തിൽ തന്നെ എക്സ്റ്റെൻഡ് പോകും അൺടിൽ ഇറ്റ് റീച്ചസ് ദ ലാസ്റ്റ് അറേ എലമെന്റ്. അവസാനത്തെ അറേയിലെ എലമെന്റ് വരെ ഇത് 1 by 1 ആയിട്ട് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സിൻടാക്സ് ഫോർ ഈച്ച് ബ്രാക്കറ്റിനകത്ത് അറേ, ഈ അറേയുടെ നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. അറേ സ്റ്റോർ ചെയ്ത ഒരു നെയിം ഉണ്ടാവില്ല, അതെ, ഡോളർ സിമ്പിൾ അറേ ആസ് വാല്യൂ. വാല്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ടെമ്പ് എന്ന് കൊടുക്കാം, എ എന്ന് കൊടുക്കാം, PQR കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന വാല്യൂ നോക്കി ഇവിടുന്ന് ആക്സസ് ചെയ്യുന്ന നോക്കി. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഓഫ് കോഡ്, ഇവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യുക. PHP ഡോളർ സിമ്പിൾ കളേഴ്സ് ഇസ് ഈക്വൽ ടു അറേ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, 4 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഇൻഡെക്സ് 0 ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ്, തേർഡ്. ദെൻ ഫോർ ഈച്ച് ബ്രാക്കറ്റിനകത്ത് കളേഴ്സ്. അപ്പൊ ഈ അറേ കംപ്ലീറ്റ് എവിടെ കിട്ടി, ഈ ഒരു പോർഷനിൽ കിട്ടി. ഈ അറേയുടെ കംപ്ലീറ്റ് വാല്യൂ എവിടെ, ഈ ഒരു കളേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിൽ കിട്ടി. ആസ് വാല്യൂ, സോ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 1 by 1 ആയിട്ട് നമുക്ക് വാല്യൂ റീഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എപ്പോഴും ബൈ ഡിഫോൾട്ട് റീഡ് ചെയ്തായിരിക്കും ഇൻഡെക്സ് 0 എന്നായിരിക്കും.
സോ എക്കോ ഡോളർ സിമ്പിൾ വാല്യൂ. സോ അവിടെ എന്ത് ചെയ്യും, ഫസ്റ്റ് വാല്യൂ ഇവിടെ നിന്ന് റീഡ് ചെയ്ത് കിട്ടും. ഫസ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യും, സെക്കൻഡ് വാല്യൂ റീഡ് ചെയ്യും. ഇതൊന്ന് ഇൻക്രിമെന്റ് ചെയ്ത് നമുക്ക് പറയണ്ട, ഓട്ടോ ഇൻക്രിമെന്റ് ഇവിടെ പറയണ്ടോ. അറേ കറന്റ് ഐട്രേഷൻ, ഓരോ ഐട്രേഷന്റെയും ഓരോ വാല്യൂവിനെ ഈ വാല്യൂ എന്ന് പറഞ്ഞ ഈ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കിട്ടും. അതിന്റെ യഥാർത്ഥ വാല്യൂ അസൈൻ ചെയ്ത് കിട്ടും. ഫസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഇൻഡെക്സ് 0ത്തെ വാല്യൂ ആയിരിക്കും. സെക്കൻഡ് റൺ ചെയ്യുമ്പോൾ സെക്കൻഡ് വാല്യൂ ദാറ്റ് ഈസ് ഗ്രീൻ പ്രിന്റ് ചെയ്തു. തേർഡ് സെക്കൻഡ് ഇൻഡെക്സിലെ വാല്യൂ ആണ് തേർഡ് പ്രിന്റ് ചെയ്യുക ബ്ലൂ. ഫോർത്ത് വാല്യൂ പ്രിന്റ് ചെയ്യുന്നത് തേർഡ് ഇൻഡെക്സിലായിരിക്കും, ദാറ്റ് ഈസ് യെല്ലോ. 0 ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്. 0 to തേർഡ് ഇൻഡെക്സ് വരെ വരുമ്പോൾ 4 വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. 1 by 1 ആയിട്ട് റീഡ് ചെയ്യും. അതാണ് കണ്ടീഷൻ പറഞ്ഞത്. ഫസ്റ്റ് കേസ് ഫോർ ഈച്ച് അറേ ആസ് വാല്യൂ. ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെത്തേഡ് നോക്കി. ഫോർ ഈച്ച് ബ്രാക്കറ്റിനകത്ത് അറേ, ഇത് അറേ നെയിം ആണ്, ആ വേരിയബിൾ അറേ ആസ് കീ ടെൻസ് ടു വാല്യൂ. ഇപ്പൊ കീ ഈക്വൽ ടു ആരോ കൊടുത്തുണ്ട് .2 കീ .2 വാല്യൂ, ഇങ്ങനെയും കൊടുക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ഓർഡറിലല്ല വരിക, ഇൻഡെക്സ് വെച്ചിട്ടല്ല വരിക, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് ഫോർ എവറി ലൂപ്പ് ഐട്രേഷൻ, ഓരോ ലൂപ്പിന് ഐട്രേഷനും ദ വാല്യൂ ഓഫ് ദ കറന്റ് അറേ എലമെന്റ് ഈസ് അസൈൻഡ് ടു ദ വാല്യൂ, ഓരോ എലമെന്റും ഈ വാല്യൂവിനെ അസൈൻ ചെയ്ത് കിട്ടും. ആൻഡ് ദ കീ ഓഫ് ദ കറന്റ് അറേ എലമെന്റ് ഈസ് അസൈൻഡ് ടു ദ കീ, ഇൻഡെക്സിന്റെ വാല്യൂ ഈ കീക്ക് കിട്ടും. 0 ഇൻഡെക്സ് ദിസ് വാല്യൂ, 1 ഇൻഡെക്സ് ദിസ് വാല്യൂ, 7 ഇൻഡെക്സ് ദിസ് വാല്യൂ, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അറേ പോയിന്റർ ഈസ് മൂവ്ഡ് ബൈ 1 by 1 ആയിട്ട് അറേ ഫസ്റ്റ് അറേയിലെ ഇൻഡെക്സ് നിൽക്കും, സെക്കൻഡ് നെക്സ്റ്റ് ഇൻഡെക്സ് പോകും, തേർഡ് നെക്സ്റ്റ് ഇൻഡെക്സ് പോകും. അങ്ങനെ ഓരോ ഇൻഡെക്സും ഒരു ഇൻക്രിമെന്റ് മാത്രം ചെയ്യും, ജസ്റ്റ് 1 ഇൻക്രിമെന്റ്. ഫോർ ലൂപ്പിലൊക്കെ നമുക്ക് വേണമെങ്കിൽ 2 ഇൻക്രിമെന്റോ 7 ഇൻക്രിമെന്റോ കൊടുക്കാൻ പറ്റും. ഇൻക്രിമെന്റ് ബൈ 3 7 8 ഒക്കെ കൊടുക്കാം. പക്ഷെ ഇവിടെ ഈ ഒരു അറേ ഫോർ ഈച്ചിൽ കഴിയുമ്പോൾ ഒരു ഇൻക്രിമെന്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഒറ്റ +1 എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻക്രിമെന്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, until it reaches the last array element. ഇവിടെ നോക്കിയ എക്സാമ്പിൾ സിൻടാക്സ്, സെയിം സിൻടാക്സ് നോക്കിയ. ഫോർ ഈച്ച് അറേ ആസ് കീ .2 വാല്യൂ, ഇവിടെ അതിന്റെ കോഡ് എഴുതും. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, എന്നാൽ ഈ ഒരു ഭാഗത്ത് നോക്കിയ കളേഴ്സ് ഈസ് ഈക്വൽ ടു അറേ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, സെയിം പ്രോഗ്രാം ആണ്, ഒരു വ്യത്യാസമില്ല. ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. ഫോർ ഈച്ച് കളേഴ്സ് ആസ് കീ .2 ഐറ്റം. ഇവിടെ നോക്കിയ കോഡ് ഫോർ ഈച്ച് ഡോളർ സിമ്പിൾ കളേഴ്സ് ആസ് കീ ആരോ then .2 ഐറ്റം. സോ എക്കോ ഡോളർ സിമ്പിൾ കീ ഹൈഫൺ ഐറ്റം. ഈ ഹൈഫൺ ഐറ്റം കൊടുത്ത് നോക്കിയ കീ ഉള്ള പോർഷനിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ വാല്യൂ വരുന്നത് 0, ഫസ്റ്റ് ഇൻഡെക്സ് 0 ആണ്. രണ്ടാമത്തെ വാല്യൂ വന്നിട്ട് ഐറ്റം റെഡ്. ദെൻ സെക്കൻഡ് നെക്സ്റ്റ് ഐറ്ററേഷൻ വരും, കീന്റെ വാല്യൂ എത്ര 1 ആവും അല്ലെ, ഇൻഡെക്സ് 1 ആവും. 1 ഇവിടെ സ്പേസ് കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് ഇവിടെ സ്പേസ് വരും, അല്ലെ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരുമിച്ച് വരുന്നത്. 1 ഹൈഫൺ ഗ്രീൻ, സെക്കൻഡ് കേസ് എന്താ 2 ഹൈഫൺ ബ്ലൂ, തേർഡ് 3 ഹൈഫൺ യെല്ലോ. അങ്ങനെ 4 വാല്യൂസ് നമുക്ക് കിട്ടി. 0 to 3, 0 മുതൽ 3 വരെയുള്ള 4 വാല്യൂസ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ആയിട്ട് ആ വാല്യൂ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡോളർ സിമ്പിൾ അറേ ആസ് ഡോളർ സിമ്പിൾ വാല്യൂ. ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോളർ സിമ്പിൾ കീ .2 ഡോളർ സിമ്പിൾ ഐറ്റം. ഐറ്റം എന്ന വാല്യൂ കീ എന്നും കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക കീ ആണ് ഇവിടെയുള്ള വാല്യൂ. ഇത് ഒരു വേരിയബിളാണ്, കീക്ക് പകരം നമ്മൾ എ എന്നോ ബി എന്നോ സി എന്നോ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ മനസ്സിലാക്കണം ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടന്റ് ഒരു ഇൻഡെക്സ് ആണ്, റൈറ്റ് സൈഡിലുള്ള കണ്ടന്റ് അതിന്റെ വാല്യൂ ആണ് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഫങ്ഷൻസ് ഇൻ PHP. എന്താണ് ഫങ്ഷൻ? ഓക്കെ, 2 ടൈപ്പ് ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും വേറൊന്ന് ബിൽറ്റ് ഇൻ ഫങ്ഷൻസും. ഓൾറെഡി ഇതിലുള്ള ഫംഗ്ഷനെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയും. അത് കൂടാതെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയും. നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് എക്കോയിലെ കണ്ടന്റ് ഇല്ലേ, എക്കോ, പ്രിന്റ്, ഫോർ, ഡു വൈൽ, ഇതെല്ലാം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ഓൾറെഡി ഇതിലുള്ള ഫങ്ഷൻസ് നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയും. അത് കൂടാതെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. അത് സം, മൾട്ടിപ്ലിക്കേഷൻ, ആഡ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയും. നോക്കാം. ഫസ്റ്റ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഡിക്ലറേഷൻ സ്റ്റാർട്ട് വിത്ത് ദ വേർഡ് ഫങ്ഷൻ. ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫങ്ഷൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കണം. ഫങ്ഷൻ എന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ പറഞ്ഞു നോക്കി. The rules for forming function name are same as that of forming the variable names. ഒരു വേരിയബിൾ നെയിം എങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ക്ക് നോക്കാണ്ടോ ആ കണ്ടന്റുകളെല്ലാം ഈ ഫംഗ്ഷൻ നെയിമിൽ നമുക്ക് വരുന്നുണ്ട്. നോർമലി ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്ന സമയത്ത് 5 റൂൾസ് പറഞ്ഞല്ലോ. ഡിജിറ്റ്സ് എൻറ്റർ ചെയ്യാൻ, ലെറ്റേഴ്സ് 0 to 9 ഡിജിറ്റുകളും
ആൽഫ ന്യൂമറിക് ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് സ്മോൾ ലെറ്റർ എ ടു സെഡ് അല്ലേ, പിന്നെ ഡോളർ സിമ്പൽ അണ്ടർസ്കോർ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത ഒരു നെയിമിംഗ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ നെയിം പ്രോപ്പർട്ടികൾ തന്നെ എവിടെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ നെയിമിലും റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദ സിൻടാക്സ് ഫോർ റൈറ്റിംഗ് എ ഫംഗ്ഷൻ ആസ് ഫോളോസ്. ഫംഗ്ഷന്റെ സിൻടാക്സ് നോക്കി. ഫംഗ്ഷൻ എന്നത് കീവേഡ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫംഗ്ഷന് കീവേഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഫംഗ്ഷൻ എല്ലാം എഴുതുക, അതിനുശേഷം സ്പേസ് ഇട്ടതിനു ശേഷം ഏതാണോ ഫംഗ്ഷൻ നെയിം ആ ഫംഗ്ഷൻ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ സ്പേസ് ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്, ദെൻ ബ്രേസസ് ഓപ്പൺ ചെയ്യാം. അതെന്ത് ചെയ്യും, കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഇവിടെയാണ് ഫംഗ്ഷന്റെ കോഡ് എഴുതുന്നത്. ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഫംഗ്ഷന്റെ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ സിൻടാക്സ് അതുപോലെ എക്സാമ്പിൾ നോക്കി. ഫംഗ്ഷൻ ഹലോ, ദെൻ എക്കോ ഹലോ PHP, ദെൻ ഹലോ ഇവിടെ കോൾ ചെയ്തു. ഒരു ഫംഗ്ഷൻ നമുക്കറിയാം ഫംഗ്ഷൻ എഴുതിയോണ്ട് വർക്ക് ചെയ്യില്ല, ആ ഫംഗ്ഷന് കോൾ ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ ഇത് റൺ ആവുള്ളൂ, എക്സിക്യൂട്ട് ആവുള്ളൂ. സോ ഇവിടെ ഹലോ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കും PHP-നകത്ത് എവിടെയെങ്കിലും ഹലോ എന്ന ഫംഗ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന കീവേഡിൽ ഹലോ എന്നുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഹലോ PHP പ്രിന്റ് ചെയ്യും. കണ്ടോ, ഹലോ PHP. ഇവിടെ നോക്കിയേ, വേറൊന്ന് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഇവിടെ ഫംഗ്ഷന്റെ അകത്ത് ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്തില്ല അല്ലെ, empty പാരാൻതസിസ് ആണ്. ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ടില്ല, ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുത്തുള്ളത്. അതുപോലെ റിട്ടേൺ ഫംഗ്ഷൻ ഇല്ല, റിട്ടേൺ ഇല്ല. എക്കോ ഇതിന്റെ അകത്ത് തന്നെ പ്രിന്റ് ചെയ്യുന്നത്, പുറത്തേക്ക് ഈ കോൾ ചെയ്ത ഭാഗത്തേക്ക് റിട്ടേൺ ചെയ്ത് വരുന്നില്ല. ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഇതിന്റെ ഉള്ളിൽ തന്നെ പ്രിന്റ് ചെയ്യാണ്. ഇവിടെ അതെല്ലാം പോസിബിൾ ആക്കി വർക്ക് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ടൈപ്പ് ഉണ്ട്, അതുപോലെ ഫംഗ്ഷനകത്ത് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഫംഗ്ഷൻ ആഡ് AB, രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഫംഗ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫംഗ്ഷന് C = A + B രണ്ടും കൂടെ ആഡ് ചെയ്തു. ആ സിയിലെ ഡാറ്റ ഉണ്ടാവുമല്ലോ, അത് റിട്ടേൺ ചെയ്തു. റിട്ടേൺ C റിട്ടേൺ ചെയ്തു. ആ റിട്ടേൺ ചെയ്തത് ഇവിടെ എവിടുന്നാണോ കോഡ് ചെയ്ത് അങ്ങോട്ട് കിട്ടും. ദെൻ ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് കേട്ടോ. ഫംഗ്ഷനും ഫംഗ്ഷനകത്തുള്ള കോഡും കാര്യങ്ങളൊക്കെ കോഡ് ചെയ്തു, അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഇതാണ് പ്രോഗ്രാം. ഫംഗ്ഷൻ ഒരിക്കലും സ്വമേധയാ റൺ ആവില്ല. നമ്മൾ ആദ്യമെങ്കിലും എന്ത് വേണം, ആ ഫംഗ്ഷൻ ഒന്ന് ഇൻവോക്ക് ചെയ്യണം, ഒന്ന് ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. സോ എക്കോ 5 + 10 = കൺകാറ്റനേഷൻ ഓപ്പറേഷൻ വെച്ച് ഇവിടെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ആഡ് 5, 10 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ് സിസ്റ്റം മനസ്സിലാക്കും. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ, ആ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് രണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ റൺ ആവുള്ളൂ. അപ്പൊ അങ്ങനെ PHP-നകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ ആഡ് രണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് താഴെ എക്സിക്യൂട്ട് ആവും. C = ഈ പാസ് ചെയ്ത 5ഉം 10ഉം ആഡ് ചെയ്തിട്ട് എവിടെ കിട്ടും, ഈ ഒരു സിയിൽ സ്റ്റോർ ചെയ്യും. ആ C ഇവിടെ റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്യാൻ റിട്ടേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ കോൾ ചെയ്ത് അങ്ങോട്ട് റിട്ടേൺ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് കോൾ ചെയ്തത് ആഡ് 5, 10. ഈ ഒരു പോർഷനിൽ എന്ത് കിട്ടും, ഡോളർ സിമ്പൽ C എന്നിവിടെ വരും. സിന്റെ വില എത്രയാ, ഇത് രണ്ടും ഇവിടുന്ന് ആഡ് ചെയ്തില്ലേ, ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂ സിയിൽ ഉണ്ടാവും, അത് കണ്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ 15 ആയിരിക്കും എന്റെ വാല്യൂ വരിക. സോ 5 + 10 = 15 ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ, 5 + 10 = 15. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഫസ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഡേറ്റ് ഫംഗ്ഷൻ അല്ലെ. ഡേറ്റ് എന്ന ഫംഗ്ഷൻ ബൈ ഡിഫോൾട്ട് ഉണ്ട്. ദ PHP date function is used to format date and or a time. And വയ്ക്കുക അല്ലെങ്കിൽ ഓർ കൊടുക്കുക രൂപത്തിൽ ടൈപ്പ്. its syntax is date format timestamp. ഡേറ്റ് ബ്രാക്കറ്റിനകത്ത് ഫോർമാറ്റ് കൊടുക്കണം, ദെൻ ടൈം സ്റ്റാമ്പ് കൊടുക്കുക. അപ്പൊ ആ രൂപത്തിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഡേറ്റും ടൈമും ആയിട്ട് കിട്ടും. The parameter format specifies the format of the date and the parameter timestamp which is optional specifies the timestamp. ടൈം കൊടുക്കാനുള്ള ഒരു ഫോർമാറ്റ് ഇവിടെയും അതുപോലെ ഡേറ്റിന്റെ ഫോർമാറ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് കൊടുക്കുക. ഡിഫാൾട്ട് ടൈം സ്റ്റാമ്പ് ഈസ് ദ കറന്റ് ഡേറ്റ് ആൻഡ് ടൈം. ഇപ്പൊ സിസ്റ്റം ഡേറ്റ് എന്താണോ അതാണ് കറന്റ് സിസ്റ്റം ഡേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഡേറ്റ് ഏതാണോ, നമ്മൾ റൺ ചെയ്യുന്ന മെഷീന്റെ ഡേറ്റ് ഏതാണോ ടൈം എന്താണോ അതായിരിക്കും ഡിഫാൾട്ട് ടൈം സ്റ്റാമ്പ്. Some characters are not commonly used for date format are കുറച്ച് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ് ഫോർമാറ്റ് ഉണ്ട്. നോക്കി, ഡി എന്ന് കൊടുത്താൽ ഡേ ഫോർ ദ മന്ത് 0 to 31st വരെ. M ഫോർ മന്ത് 1 to 12 വരെ. മന്ത് എത്ര ഏത് മാസം എന്ന് അറിയണേ. ഇയർ Y in 4 digit 4 ഡിജിറ്റിൽ തന്നെ കൊടുക്കണം. Then 1 day of the week വീക്കിനകത്തുള്ള ഡേ. ഈ രൂപത്തിലുള്ള കണ്ടന്റ് നമ്മൾ സാധാരണ ഡേറ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കാറ്. ഓക്കെ, ഇവിടെ നോക്കിയേ ഒരു എക്സാമ്പിൾ. എക്കോ ടുഡേ ഈസ് ഡോട്ട് ഡേറ്റ്, അതായത് കൺകാറ്റനേഷൻ ഓപ്പറേഷൻ. ഡേറ്റ് YMDBR
YMD എന്ന് കൊടുത്താൽ ഇവിടെ ഇയർ ആണ് വരിക അല്ലേ ടുഡേ ഈസ് ഇയറിന്റെ കണ്ടന്റ് ഉണ്ടോ ദെൻ 03 മന്ത് ഇവിടെ ഡേറ്റ് എക്കോ ടുഡേ ഈസ് ഡേറ്റ് YMD ഉണ്ടോ YMD 23 ഇത് അവിടെ ഇവിടെ എന്ത് ചെയ്തു ഹൈഫൺ മാറ്റി ഡോട്ടിന് പകരം എന്തായി ഹൈഫൺ ആയി കൊടുത്തു അപ്പൊ ഇവിടെ ഹൈഫൺ വന്നു മുകളത്തെയും ഡോട്ട് ആയിരുന്നു ആ ഫോർമാറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മതി എക്കോ ടുഡേ ഈസ് ഡേ 1 എന്നാൽ ഇന്നത്തെ ഡേ ഏതാണ് മൺഡേ ആണ് ഇന്നലെ ഡേറ്റ് ഈ ഡേറ്റിലെടുത്തു ഈ ഡേറ്റിനകത്താണ് മൺഡേ എന്ന് പറയുന്നത് ആ രൂപത്തിൽ വന്നു ക്ലിയർ അല്ലേ രണ്ടാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ CHR CHR എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അതാണ് ക്യാരക്ടർ CHR ഫംഗ്ഷൻ റിട്ടേൺസ് ദ ക്യാരക്ടർ ഫ്രം എ സ്പെസിഫൈഡ് ASCII വാല്യൂ ASCII പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അതിന്റെ ASCII കോഡ് ഈ സിൻടാക്സ് ഓക്കെ CHR ബ്രാക്കറ്റിനകത്ത് ASCII അപ്പൊ ആ ക്യാരക്ടറിന്റെ ASCII കോഡ് നമുക്ക് ASCII കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടർ കിട്ടും ആ ക്യാരക്ടറിന്റെ ASCII കോഡ് നമുക്ക് കിട്ടും then strlen string length അതാണ് strlen the strlen the function returns the length of a string ന്റെ ലെങ്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് strlen its syntax is strlen ബ്രാക്കറ്റിനകത്ത് ആ സ്ട്രിംഗ് കൊടുക്കുക അപ്പൊ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്ര കിട്ടും എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ആ സ്ട്രിങ്ങിനകത്ത് അത് നമുക്ക് ഡിസ്പ്ലേ കിട്ടും ഓക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്താണ് എക്കോ കൊടുക്കണം എക്കോ strlen ആ ഡബിൾ കോഴ്സ് സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് കിട്ടും ക്ലിയർ നെക്സ്റ്റ് str പൊസിഷൻ റിട്ടേൺ ചെയ്യാനാണ് the function find the position of the first occurrence of a string ഈ str post എന്നതിന്റെ അകത്ത് നമ്മൾ ഏതാണ് സ്ട്രിംഗ് കൊടുക്കുന്നത് ആ സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് ഏത് ഒക്കറൻസ് ആണ് വരുന്നത് ഫസ്റ്റ് ഒക്കറൻസ് ഏത് പോർഷൻ ആണോ അത് റിട്ടേൺ ചെയ്യും ഒക്കറൻസ് ഓഫ് സ്ട്രിംഗ് ഇൻസൈഡ് ദ അനദർ സ്ട്രിംഗ് ഒരു സ്ട്രിംഗിന്റെ അകത്ത് വേറെ സ്ട്രിംഗ് എവിടെയാണ് ആദ്യം വന്നിട്ടുള്ളത് അതിന്റെ കണ്ടന്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും ഇറ്റ് സിൻടാക്സ് ഈസ് str post സ്ട്രിംഗ് ഇതാണ് വലിയ സ്ട്രിംഗ് ഈ സ്ട്രിംഗിന്റെ അകത്ത് ഏത് സ്ട്രിംഗ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് ഇവിടെ കൊടുക്കുക എന്നിട്ട് എവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഇൻഡെക്സും കൊടുക്കുക അവിടുന്ന് ഓട്ടോമാറ്റിക് കൗണ്ട് ചെയ്ത് ഏത് ഭാഗത്തെത്തുമ്പോഴാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതാണ് വലിയ സ്ട്രിംഗ് ഒരു പാരഗ്രാഫ് ആയിരിക്കാം ഇത് ആ പാരഗ്രാഫിനകത്ത് ഒരു വേർഡ് നമ്മൾ സെർച്ച് ചെയ്യുക ഇവിടെ ഒരു വേർഡ് കൊടുക്കുക ആ വേർഡ് നമ്മൾ സെർച്ച് ചെയ്യുക അത് ഈ സെർച്ചിങ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം 0 സ്റ്റാർട്ട് ചെയ്യണം അതല്ല 100 സ്റ്റാർട്ട് ചെയ്യണമൊക്കെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുക്കുക ഇൻഡെക്സ് കൊടുക്കുക അപ്പൊ അവിടുന്ന് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്ത് വന്നോളൂ ക്ലിയർ ആയ str post നെക്സ്റ്റ് strcmp കമ്പാരിസൺ അതാണ് strcmp the function compares two string രണ്ട് സ്ട്രിംഗ് ആണ് കമ്പയർ ചെയ്യും its syntax is strcmp str string 1 string 2 string 1 string 2 നമ്മൾ കമ്പയർ ചെയ്യും string 1 ആണ് ലെസ് ദാൻ string 2 ആണ് ചെറുത് വരുന്ന വാല്യൂ വരുന്നത് ചെക്ക് ചെയ്ത് നോക്കുന്ന കണ്ടീഷൻ ആണ് strcmp ഇത് ASCII കോഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യട്ടോ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ ഉണ്ടല്ലോ ASCII കോഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കമ്പാരിസൺ നടത്തുക നോക്കി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത് നോക്കിയാൽ മനസ്സിലാവും എക്കോ ASCII 46 ഈസ് ASCIIന്റെ കോഡ് 46 ഏത് ക്യാരക്ടർ ആണ് കീബോർഡിൽ ഏതോ ഒരു ക്യാരക്ടറിന്റെ 46 ആണ് ASCII കോഡ് ഈ 46 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പർ ഏത് ലെറ്ററിന്റെ ASCII വാല്യൂ എന്ന് മനസ്സിലാക്കണം അത് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് CHR46 ഓക്കെ അപ്പോ നോക്കാം CHR46 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ പ്രിന്റ് ചെയ്യുന്നത് ആൻഡ് എന്ന സിമ്പിൾ ആംബർസാൻഡ് എന്ന സിമ്പിളിന്റെ ആണ് 46 എന്ന് പറഞ്ഞ ASCII കോഡ് ഓക്കെ ദ ലെങ്ത് ഓഫ് സ്ട്രിംഗ് ഈസ് ബ്രാക്കറ്റിനകത്ത് സ്ട്രിംഗ് strlen ബ്രാക്കറ്റിൽ ആപ്പിൾ എത്ര പേരുണ്ട് 1 2 3 4 5 അല്ലെ ദ ലെങ്ത് ഈസ് 5 ആപ്പിളിന്റെ ലെങ്ത് എന്താണ് 5 ആണ് then echo a is at str post a എന്നുള്ള നമ്പർ ഈ ഒരു ക്യാരക്ടർ ഇതിനകത്ത് എത്രാമത്തെ വാല്യൂ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആപ്പിൾ എന്നുള്ള വലിയ സ്ട്രിംഗ് കൊടുത്തു ആ വലിയ സ്ട്രിംഗിനകത്ത് ഒരു സ്ട്രിംഗ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം ഈ ഫസ്റ്റ് ഒക്കറൻസ് പറഞ്ഞല്ലേ ഫസ്റ്റ് ഒക്കറൻസ് വരുന്നത് 0th പൊസിഷനിൽ ഫസ്റ്റ് ഇൻഡെക്സ് 0th പൊസിഷനിലാണ് അതിന്റെ ഒക്കറൻസ് വരുന്നത് ഇവിടെ ഈ എന്ന് മാറ്റി കഴിഞ്ഞാലോ 0 1 2 3 4 ഇവിടെ 4 എന്ന് പ്രിന്റ് ചെയ്ത് വരും 4th ഇൻഡെക്സ് ആണ് ഈ എന്നുള്ള വാല്യൂ ഉള്ളത് ക്ലിയർ ആയോ നെക്സ്റ്റ് if strcmp comparison string comparison he she comparison ഹീയും ഷീയും കമ്പയർ ചെയ്യാണ് അത് he ആണ് ഏറ്റവും വലുതെങ്കിലും എക്കോ he and she is not same രണ്ടും സെയിം അല്ല വ്യത്യസ്തമാണ് അതുപോലെ എക്കോ he and she are
സെയിം. ഇതല്ലെങ്കിൽ അത് സെയിം ആണ്. സെയിം ആണോ അല്ലെന്നല്ലേ കണ്ടിട്ട് കമ്പാരിസൺ ചെയ്യാം. സോ ഹി ആൻഡ് ഷി ആർ നോട്ട് സെയിം. ഇതാണ് പ്രിന്റ്. കാരണം ഹീയുടെ ആസ്കി കോഡ് വ്യത്യാസമുണ്ട്, ഷീയുടെ ആസ്കി കോഡ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രണ്ടും ഡിഫറെന്റ് ആയ വാല്യൂസ് ആണ് മനസ്സിലാക്കാം. ഓക്കെ, സോ ആർ നോട്ട് സെയിം. ക്ലിയർ ആയോ? നെക്സ്റ്റ് 3 ടയർ ആർക്കിടെക്ചർ ഇൻ PHP. ഇത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.